നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലാതെ ഒരാശയക്കുഴപ്പവും ഇവിടെ ഇല്ല. എന്താ ആശയക്കുഴപ്പം? അല്ല, ഇപ്പോഴും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. അത് നല്ല വിശാല മനസ്ഥിതി ഉള്ളതുകൊണ്ടല്ലേ. നല്ല മനസ്സുള്ളവരെ അങ്ങനെ ചെയ്യാൻ അത് കൊണ്ടുപോകുള്ളൂ. പുറത്താക്കിയവരാണ് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പുറത്താക്കിയവര് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. എത്രയോ നല്ല മനംമാറ്റം, അതൊക്കെ നമ്മൾ കാണേണ്ടത്. മനംമാറ്റം സ്വീകരിക്കുന്നുണ്ടോ? യാതൊരു വക തലത്തിലുള്ള പ്രഷറും ഇല്ല. എന്തിനാ ഇപ്പൊ സമ്മർദ്ദം? ഇന്ന് രാവിലത്തെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പോലും കൃത്യമാണ്. പിന്നെ ഈ എന്റെ നേതൃത്വത്തിന് കീഴിലും ഒത്തേറെ ആൾക്കാർ നിൽക്കുകയല്ലേ. പാർട്ടി ചെയർമാന്റെ കീഴിലല്ലേ ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. അല്ല, ഈ കേരള കോൺഗ്രസ് UDF വിട്ടത് അന്ന് UDF ചവിട്ടിപ്പുറത്താക്കിയതാണെന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതേ കോൺഗ്രസ് തന്നെ ഇപ്പൊ വാതിൽ തുറന്നിട്ടുണ്ട്, സ്വാഗതം എന്ന് പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞ നിലപാടി വല്ലതും മാറ്റം ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അവിടെയല്ലേ വേറൊരു ചോദ്യമുള്ളൂ. കാര്യത്തില് ഞങ്ങൾ ആരും ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഞങ്ങൾ ആരുടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ ഞങ്ങളുടെ വാർത്തകളോ ബൈറ്റോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള പോസ്റ്റ് ഇട്ടതേ റോഡ് സ്റ്റേറ്റിനും പ്രമോദേട്ടനും മാത്രമായിരുന്നു. അത് തെറ്റായി പോയോ? രണ്ടുപേരേ എല്ലാവരും ഒരുമിച്ച് എല്ലാ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഒരു ചാനലിൽ ചെയ്യുന്ന വാർത്ത എല്ലാ ചാനലും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, പറ്റിയല്ല. ഓരോരുത്തർ ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മളോട് പറയാം കേട്ടോ. ഇതെവിടെ വാർത്ത വരുന്നുള്ളത്? പോസ്റ്റ് ഇടാതിരുന്ന വ്യത്യസ്ത അഭിപ്രായമുള്ളതുകൊണ്ടല്ല. പോസ്റ്റ് ഒന്നും അല്ല പ്രശ്നം, പാർട്ടിയുടെ നിലപാടാണ് പ്രശ്നം. ആ നിലപാട് ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങൾ 4 MLA അവിടെ ഉള്ളൂ. ഇനിയും വരും ഒരാളുടെ 5. ജോസ് കെ മാണി ഇങ്ങ് വരും, പാർട്ടി ചെയർമാൻ. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. KM മാണി പഠിപ്പിച്ച വഴിയെ യാത്ര ചെയ്യുന്ന പാർട്ടിയായത്. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ വിരാമം വിട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം. ഇക്കാര്യം എല്ലാവരും അറിയിക്കണം. ഈ അടുത്ത ആഴ്ച വരെ നിങ്ങൾ ആ ചാനൽ തന്നെയായിരിക്കും. ഇതിനെ തന്നെ ഉണ്ടാവുമോ? എന്തിനാ പിന്നെ ഇങ്ങനെ പറയണേ? അതല്ലല്ലോ സ്ഥിതി. ഞങ്ങളുടെ നിലപാട് കോൺക്രീറ്റ് ആണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ ആഫീസാണ്. ഈ പാർട്ടി ആഫീസിന്റെ മുന്നിൽ വെച്ചിരുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിലൊന്നും യാതൊരു മാറ്റവും ഇല്ലെന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല, അർത്ഥശങ്കയില്ല. അതെ, അത്രേ ഉള്ളൂ. അർത്ഥശങ്കയില്ല. ഞാൻ പറയാം, പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ടല്ലോ. ഈ അഭ്യൂഹങ്ങൾ ഉയർന്നു തുടങ്ങിയത് ഡിസംബർ മാസം അവസാന ആഴ്ചയാണ്. അവസാന ആഴ്ചയിൽ എന്റെ ഫേസ്ബുക്ക് പേജ് ഒരു വെരിഫൈഡ് പേജാണ്. ആ പേജ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നു. കേരള കോൺഗ്രസ് LDFന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് സുവ്യക്തമായി വിശദീകരിച്ച് LDFന്റെ ഭരണനേട്ടങ്ങളും 3ാം വട്ടവും LDF ഭരണം ഉറപ്പാണ് എന്ന് വളരെ സുദൃഢമായി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു മുന്നണി മാറ്റം ഉണ്ടാകുമെന്നോ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്നോ അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോറത്തിൽ, എന്തിന് ഒരു സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും ഒരു തെളിവ് കൊണ്ടുപോവാ? ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പർവ്വതീകരിച്ച് വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിച്ച ഈ 2-3 ദിവസങ്ങളായി ഉണ്ടായ പുകപടലത്തിന്, ഈ വലിയ കൽപ്പിത കഥയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്നലെ പാർട്ടി ചെയർമാൻ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ഇനി അതിനെക്കുറിച്ച് ഈ പോസ്റ്റ് ഇടുന്ന കാര്യത്തിനകത്ത് നമുക്ക് രോഗമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ. അല്ല, നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ. അല്ല, പോയി ഡോക്ടർമാരെ കാണാറുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളാരും പോസ്റ്റ് വിട്ടില്ല. ഇടതുപക്ഷ മുന്നണി നിൽക്കുന്നത് ഞങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് കാര്യം. അതാരും ഒരു പോസ്റ്റ്, ഈ പോസ്റ്റ് നിൽക്കുന്ന കാര്യത്തിനകത്ത് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട വിഷയം പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, തമാശ കാര്യമല്ലോ. ആ സമരത്തിൽ ഞങ്ങൾ 5 പേരും പങ്കെടുത്തതല്ലേ? വൈകുന്നേരം വരെ 5 പേരും ഞങ്ങൾ പങ്കെടുത്ത ഒരു സമരം. ആ സമരത്തോടുള്ള ഐക്യദാർഢ്യവും നിലപാടുമാണല്ലോ ആ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുലർത്തുന്നത്.
അതിന് പ്രത്യേകിച്ച് എന്താ പറയാനിരിക്കുന്നതിനകത്ത്? രണ്ട് ഫോൺ സംഭാഷണം. ഒന്ന് സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ചു, വിളിച്ചു എന്നാണ്. എന്റെ പൊന്നെ, സോണിയാഗാന്ധി എന്നോട് വിളിച്ചിട്ടില്ല, എനിക്ക് സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടുമില്ല. അല്ലയോ, മുഖ്യമന്ത്രി എന്നെ ഈ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്നെ എന്തെല്ലാം കാര്യത്തിൽ വിളിക്കും. ഞാൻ പിന്നെ അതേ വിളിക്കാതിരിക്കാൻ പറ്റുമോ? മന്ത്രിയല്ലേ? അത് കൊള്ളാമല്ലോ. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ.